ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T Foodies. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ഓട്സും മുട്ടയും നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ വളരെ വേഗത്തിൽ ഹെൽത്തി ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇത് വളരെ രുചികരവും ഹെൽത്തിയും ആണ്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് കറിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഓട്സും 1 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഓട്സ് ഒന്ന് നല്ല പോലെ പൊടിച്ച് എടുത്തിട്ട് വരാമേ. ഓട്സ് പൊടിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്. ഇനി 1 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. പാല് നമ്മുടെ കയ്യിലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതിയേ. ഇനി പാല് തികയുന്നില്ലെങ്കിലും പാലും വെള്ളവും കൂടെ ചേർക്കാം കേട്ടോ. ഇത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കി വെക്കണേ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ഒരു വെജിറ്റബിൾ മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2-3 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും ഇട്ട് ഇളക്കി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും ഇട്ട് ഒരു വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും ഇട്ട് വഴറ്റി എടുക്കണം. ഇതെല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി എടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് അങ്ങ് വെന്ത് പോകരുത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് കലക്കി വെച്ച ഓട്സിൻ്റെ ബാറ്റർ ഒന്ന് നോക്കാം കേട്ടോ. ഓട്സ് വെള്ളമെല്ലാം കുടിച്ച് കുറുകി ഇരിക്കുന്നത് കാണാമേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ച് ഒന്ന് നീട്ടിയെടുക്കണം. ഞാനിവിടെ പാലൊഴിച്ചാണ് നീട്ടുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. തണുത്ത വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഈ ബാറ്റർ ഒരു ദോശമാവിനെക്കാട്ടിലും അല്പം കൂടെ നീണ്ടിരിക്കണേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ പുരട്ടി ഈ ബാറ്റർ ഒഴിച്ച് ദോശ ഉണ്ടാക്കാമേ.
ഞാൻ ഈ ദോശയുടെ അരികിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമേ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യൽ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.